ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നതും ഉപദ്രവം എന്ന് പറയുന്നതും പുറത്തുനിന്ന് വരുന്ന കാര്യമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പൊ അതുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല പറയുന്നത്. Theirs is the kingdom of God. അവരുടേതാണ് ദൈവരാജ്യം. അതിന് യാതൊരു സംശയമില്ല. അവർക്ക് പിന്നെ ദൈവരാജ്യം കിട്ടുമെന്നല്ല, ഇപ്പോൾ തന്നെ അവർ അനുഗ്രഹീതരാണ്. The state of poverty is not a means for blessedness, but it is blessedness. ആ ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നത് അനുഗ്രഹത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിലല്ല, ആ ദാരിദ്ര്യ അവസ്ഥ തന്നെ എന്താണെന്ന് പറയുന്നത് അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം അങ്ങനെയാണല്ലോ. മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഷ കൊണ്ടോ അതിന്റെ ആശയം കൊണ്ടോ ഒന്നും അല്ല, അതിന് നമുക്ക് ബുദ്ധി മതിയായിരിക്കും. പക്ഷെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോകത്തിന്റെ ബുദ്ധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ ഇത്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ ഇന്റലിജൻസ്. നമ്മുടെ ഇന്റലിജൻസ് അല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ്? അക്സെപ്റ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് നമുക്കിത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചില സമയത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള കാര്യമുണ്ട്. ക്രോസ് ഈസ് എ മീൻസ് ഫോർ എ ക്രൗൺ. നിങ്ങൾക്ക് കുരിശില്ലാതെ എന്തില്ല? കിരീടം ഇല്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ക്രോസ് ഇറ്റ്സെൽഫ് ഈസ് എ ക്രൗൺ. ക്രോസ് ആദ്യം ക്രിസ്ത്യാനിത്വത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ക്രൂശ് ഇല്ലാതെ മോനെ കിരീടം ഇല്ല. നമ്മളെല്ലാം പറയും മോനെ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ട്, എന്നാൽ ഇതൊക്കെ നമുക്കൊരു എന്താണ് കിരീടം കിട്ടാനുള്ള മാർഗമാണ്. ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യന്റെ അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ക്രോസ് ഇറ്റ്സെൽഫ് ഈസ് എ ക്രൗൺ. അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ്. എന്തുകൊണ്ട് സന്തോഷിക്കാൻ? മറ്റൊന്നും കൊണ്ടല്ല. When you are enduring a cross, you are becoming like your master and you enjoying that. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കഷ്ടതയിൽ നമ്മൾ സന്തോഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ കഷ്ടത എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന എന്തർത്ഥമില്ല. പക്ഷെ കഷ്ടതകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ യജമാനനുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. Because he endured a cross. And when God gives me a chance to endure my cross, I consider it as a privilege. You know why? Because there I am becoming a partner with my master. എന്റെ യജമാനനുമായി ഞാനൊരു പങ്കാളിത്തത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നത്. അതൊരു അനുഗ്രഹീത അവസ്ഥയാണ്. ഇവിടെ തന്നെ അനുഗ്രഹീത അവസ്ഥയാണ്. നമ്മളൊരു പക്ഷേ ഇവിടെ അനുഭവിക്കുന്നത് കുരിശായിരിക്കും. പക്ഷെ ആ കുരിശ് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. വി എൻജോയ് ഹിയർ. ഇറ്റ് ഈസ് ജോയ്ഫുൾ, ഇറ്റ് ഈസ് ബ്ലസ്സഡ്നെസ്. അതുകൊണ്ട് അപ്പോൾ പറയുന്നത് സമൃദ്ധിയിലിരിക്കുമ്പോഴും താഴ്ചയിലിരിക്കുമ്പോഴും ഞാൻ സംതൃപ്തനാണെന്ന്. താഴ്ച എന്നുള്ളത് സമൃദ്ധിയിലേക്കുള്ള ചവിട്ടുപടിയല്ല. ഇന്നത്തെ വലിയ പഠിപ്പീര് അതാണ്. എന്ത്? ഇന്ന് നീ കഷ്ടം അനുഭവിച്ചാൽ നാളെ നിനക്ക് കർത്താവ് നിനക്ക് എന്താ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ തരുമെന്ന് അല്ല. ഈ താഴ്ചയും എനിക്ക് എന്താണ്? ബ്ലസ്സഡ്നെസ് ആണ്. ആ താഴ്ചയും ബ്ലസ്സഡ്നെസ് ആണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, ഇതെന്തോ ഒരു ഭാരമായിട്ടാണ്. അതായത് ചെല്ലാൻ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ചുമക്കുന്ന ഒരു ഭാരം എന്നുള്ള നിലയിലാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താ? മുഖം വീർപ്പിച്ചേ ഇരിക്കത്തുള്ളൂ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു മീറ്റിംഗ് പറയായിരുന്നു, നമ്മുടെയൊക്കെ മുഖം കണ്ടിട്ട് പിന്നെയും ആളുകൾ വിശ്വാസത്തിൽ വരുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കാര്യം ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായാൽ ഒരുത്തന്റെ അവസ്ഥ ഇത്ര കഷ്ടമാണെന്ന് കണ്ടിട്ട് ഒരുത്തൻ വിശ്വാസത്തിൽ വന്നാൽ തന്നെ അത്ഭുതമല്ലേ? അവരെ വാസ്തവത്തിൽ സമ്മതിക്കണം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ജോയ്, ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ഇതൊരു ഭാരമല്ല. ആളുകൾ ചിന്തിക്കുന്നതാണ് ഇതെന്താണ്? വരാൻ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ചുമക്കുന്നതായ ഒരു ഭാരം. ബിയാറ്റിറ്റ്യൂഡ്സിലെ കർത്താവ് പറയുന്നത്, യു ആർ പുവർ, യു ആർ മോർണിംഗ്, യു ആർ മീക്ക്, യുവർ റൈറ്റ്സ് ആർ ഡിനൈഡ്. എന്റെ ശിഷ്യന്മാരെ, നിങ്ങൾ ദരിദ്രരാണ്, കരയുന്നവരാണ്, തല താഴ്ത്തി നടക്കുന്നവരാണ്, നീതി നിഷേധിക്കപ്പെട്ടവരാണ്, തല്ലുകൊള്ളുന്നവരാണ്, ഭവനത്തിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരാണ്, പള്ളിയിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. ഇല്ലേ? നിങ്ങൾ പള്ളി ഭ്രഷ്ടരാക്കുമെന്ന് പറയുന്നത് മിക്കവരുടെയും പേടിയതാ. ബാക്കിയുള്ളതൊക്കെ മനുഷ്യൻ സഹിക്കും. പിന്നെ എന്താണ് ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലോ എന്നാണ്. എത്ര നാളാണ് ഇത് രണ്ടും കൂടെ നടക്കുന്നത്?
അധികം നാൾ നമുക്ക് ബാഡ്സ് ആയിട്ട് ഈ വവ്വാലിനെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു തുടർമാനമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവമൊന്നും അല്ല. നിങ്ങൾ പള്ളി ഫ്രഷർ ആക്കപ്പെട്ടേക്കാം എന്നല്ല ഇവിടെ പറയുന്നത്. പള്ളി ഫ്രഷർ ആക്കുമെന്നാ പറയുന്നത്. നിങ്ങൾ പള്ളിയിൽ നിന്ന് മുടക്കപ്പെട്ടവരാണ്, നിങ്ങൾ കരയുന്നവരാണ്, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, നിങ്ങൾ തല്ലുകൊള്ളുന്നവരാണ്, നിങ്ങൾ ഭവനത്തിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടവരാണ്, നിങ്ങൾ പരിഹസിക്കപ്പെടുന്നവരാണ്, നിങ്ങൾ തുപ്പലേൽക്കുന്നവരാണ്, നിന്നയേൽക്കുന്നവരാണ്. കർത്താവിന് വേണ്ടി നിന്നയേൽക്കുമ്പോഴേ ആൾക്കാർക്ക് പ്രയാസമുള്ളല്ലോ. അല്ലാതെ എന്തെല്ലാം നിന്നയേക്കുന്നു? കാശ് കിട്ടാൻ വേണ്ടി ബോസിന്റെ ചീത്തവിളി കേൾക്കുന്നവന് ഒരു പ്രയാസവും ഇല്ല, ഇല്ലേ? എത്ര പ്രാവശ്യം ബോസ് ചീത്ത വിളിക്കുന്നു, എന്നാലും വേണ്ടിയല്ല അടുത്ത ഇൻക്രിമെന്റ് കിട്ടുന്നത് വരെ ഇതൊക്കെ അങ്ങ് സഹിച്ചു നിന്നേക്കാവുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി ആരെങ്കിലും എന്തോ ഉണ്ട് സഹോദരാന്ന് വിളിച്ചാൽ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ ഒന്നും അല്ലേലുയ ഒന്നും ഇല്ലയോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടപാട് തീർന്നു. കർത്താവിന് വേണ്ടി കഷ്ടതയും നിന്ദയും പരിഹാസവും തുപ്പലും എവിടാ? ഇവിടെ കാശ് കിട്ടാൻ വേണ്ടി ബോസിന്റെ ചീത്തവിളി കേൾക്കുന്നവൻ കർത്താവിന്റെ നിന്ന കേൾക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? ഇവിടെയാണ് വാസ്തവത്തില് നമ്മൾ എന്താണ് അനുഗ്രഹീത അവസ്ഥ എന്ന് അറിയേണ്ടത്. നിങ്ങളുടെ തുപ്പലും നിന്നയുമാണ്, നിങ്ങളുടെ ദാരിദ്ര്യമാണ്, നിങ്ങളുടെ നിന്നയാണ്, നിങ്ങളുടെ തുപ്പലാണ്. അതാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങളെ അനുഗ്രഹീത പദവിയിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യമാണ് നിങ്ങളെ അനുഗ്രഹീത പദവിയിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ കരച്ചിലാണ് നിങ്ങളെ അനുഗ്രഹീത പദവിയിലേക്ക് എത്തിക്കുന്നത്. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് എ ക്രിസ്ത്യൻ. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവരാജ്യം ഒരു ഫ്യൂച്ചർ എക്സ്പീരിയൻസ് മാത്രമല്ല. ഞാൻ പറഞ്ഞതുപോലെ അത് ഇപ്പോഴത്തെ തന്നെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പോഴെന്താ അനുഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴനുഭവിക്കുന്നതുകൊണ്ട് തീരത്തില്ല. ഇൻഫാക്ട് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഫോർടേസ്റ്റ്. ഒരു ഫസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറയുമല്ലോ. എന്താണ്, നമ്മള് കടയിലൊക്കെ ചെന്ന് ഒരു അലുവ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അലുവായ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ നോർമലി നമുക്ക് ഒരു കഷ്ണം കട്ട് ചെയ്ത് കയ്യിലോട്ട് തരുമല്ലോ. അത് തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അലുവ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ തരുന്നു? ടേസ്റ്റ് ചെയ്യാൻ. ഇതുപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? സ്വർഗത്തിന്റെ ഒരു തുണ്ട് മുറിച്ച് നമ്മളെ തന്നിരിക്കുക, തിന്നോ, ടേസ്റ്റ് നോക്ക്. പക്ഷേ വലിയ അലുവാത്തുണ്ടോ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സന്തോഷിക്കുകയാണ്. എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. എസക്കിയ ഫ്രാൻസിസ് പറഞ്ഞ വാചക, എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭാരമൊന്നുമല്ല, അതൊരു സന്തോഷത്തിന്റെ ജീവിതമാണ്. ഐ ഹാവ് എ ഫ്രണ്ട്, ടോണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. അദ്ദേഹം പട്ടാളത്തിലായിരുന്ന സമയത്ത് ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞു ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ എന്തോ ചെയ്യാൻ, അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചോടി പിന്നെ പാസ്റ്ററായി. അങ്ങനെ പാസ്റ്ററായതാ പുള്ളി. അപ്പൊ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് വന്നതുകൊണ്ട് അങ്ങ് പാസ്റ്ററായതാ. പക്ഷേ ഐ ഹാവ് സീൻ ഹിം. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം ഒരു ദിവസം ട്രെയിനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിലെ പുള്ളി കർത്താവ് നൽകിയതായ ആ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഓർത്തങ്ങ് ഹി സ്റ്റാർട്ടഡ് സ്മൈലിംഗ് ആൻഡ് ഫൈനലി ഹി വാസ് ലാഫിംഗ് സംഹൗ. ഉടനെ അടുത്തിരുന്ന ആൾ ചോദിച്ചു, ഇവിടെ താനെന്തോ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നത്, എനിക്കെന്നെ ഭ്രാന്താണ്? ഉടനെ ടോണി പറഞ്ഞു, അതെ, ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളെ ഞങ്ങൾ ജീവിക്കുന്ന ആത്മാവില, അതുകൊണ്ട് ആത്മാവ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങള് ആത്മാവ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു പോകും അറിയാതെ തന്നെ ഞങ്ങള് ചിരിച്ചു പോകും. ബിക്കോസ് വി എൻജോയ് ദിസ് ലൈഫ്. ഇപ്പൊ ടോണി വീട്ടിൽ വന്നിട്ട് ഇത് ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞു, അത് ഞാനിങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? നമ്മള് സന്തോഷിച്ചിരിക്കും. പക്ഷെ അതിനകത്ത് അപകടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ടോണി തന്നെ പറഞ്ഞ കാര്യം. പിന്നെ ഏതെങ്കിലും സമയത്ത് മൂകനായിരിക്കുകയോ ഭാര്യയോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിള്ളേർ വന്ന് ചോദിക്കും, പപ്പ ഇപ്പോഴും ആത്മാവിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ചെക്ക് പോയിന്റ് എന്നുള്ള നിലയിൽ ഇതങ്ങ് ഡിക്ലെയർ ചെയ്യുന്നത് നല്ലതാണ്. എന്ത്? ഇഫ് യു ആർ ഇൻ സ്പിരിറ്റ് യു ആർ ജോയ്ഫുൾ. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ബാക്കി കാര്യം കൈകാര്യം ചെയ്തോളും, ഇല്ലേ? പക്ഷെ ദാറ്റ് ഈസ് എ ഫാക്ട്. ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ പുവർ. അവൻ ശിഷ്യരെ നോക്കിയിട്ട്, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവൻ ശിഷ്യരെ നോക്കി പറയാണ്, നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ലൈഫ് ഫോർ ദ ഡിസൈപ്പിൾ. വേറൊരാൾക്ക് ജീവിക്കാൻ അത് പറ്റത്തില്ല. ഇറ്റ് ഈസ് ഫോർ ദ ഡിസൈപ്പിൾസ്. ഞാൻ ചിലപ്പോൾ പിള്ളേരോട് ചോദ്യം ചോദിക്കാറുണ്ട്, എയർപ്ലെയിൻ പറക്കുമോ എന്ന്. എയർപ്ലെയിൻ പറക്കുമോ? പറക്കത്തില്ല. അതിനെ പറത്തണം. എയർപ്ലെയിൻ എന്ത് ചെയ്യത്തില്ല? പറക്കത്തില്ല. എയർപ്ലെയിൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പറത്തിയാലേ പറ്റുള്ളൂ. യു നോ വൈ? ബിക്കോസ് ഇറ്റ് ഡസന്റ് ഹാവ് ലൈഫ്. എയർപ്ലെയിൻ എന്തില്ല? ജീവനില്ല. അതുകൊണ്ട് യന്ത്രം വെച്ച് പറപ്പിക്കണം. പക്ഷെ ഫ്യൂവല് തീർന്നാൽ താഴെ പോവും. പക്ഷെ പക്ഷി പറക്കുമോ? പറക്കും. എന്തുകൊണ്ട്?
പക്ഷിക്ക് യന്ത്രമൊന്നും വേണ്ട. പക്ഷിയിൽ എന്തുണ്ട്? പറക്കുവാനുള്ള ജീവൻ അതില് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു ശിഷ്യൻ ഗിരിപ്രഭാഷണം അനുസരിക്കാൻ പരിശ്രമിക്കുന്നതും അഭിനയിക്കുന്നവൻ പക്ഷിയെ പോലെ ചിറകുള്ള വിമാനം പറക്കാൻ പരിശ്രമിക്കുന്നതും. മറ്റവരെ പറത്തണം, പക്ഷെ ഒരു ശിഷ്യനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറത്തേണ്ട കാര്യമില്ല. ബിക്കോസ് ഹി ഹാസ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. എന്ത്? നമ്മൾ വീണ്ടും ജനനത്തിലൂടെ ഒരു പുതിയ ജന്മം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിഷ്യന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇതൊരു ഐഡിയൽ സ്റ്റേജ്, ആർക്കും എത്തിച്ചേരാൻ വയ്യാത്തൊരു സ്റ്റേജ് ഒന്നും അല്ല. We have life. We are born again. We are born of the Spirit. If you are born of the Spirit, then certainly you can live a spiritual life, a Christian life, the life of a disciple, the life that is portrayed in the passage that of this Sermon on the Mount. ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ യെസ്. എന്തുകൊണ്ട് കഴിയും? സ്വാഭാവികമായി കഴിയത്തില്ല. നമ്മൾ എയർപ്ലെയിൻ അല്ല, നമ്മൾ ജീവനുള്ള പക്ഷികളാണ്. നമുക്ക് പറക്കാനുള്ള ജീവൻ ഇവിടെ ഉള്ളടങ്ങിയിട്ടുണ്ട്. ദരിദ്രനായ ശിഷ്യൻ ഭാഗ്യവാനാണ്. ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന വാക്കിന്റെയും പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തൊരു ദാരിദ്ര്യമില്ല. നമ്മുടെ നോട്ടത്തിൽ പൂവർ എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ പൂവർ ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ജോബ്. ചില ജോലി ഇല്ലാത്തതുകൊണ്ട് ദരിദ്രന്മാരായ ആളുകളുണ്ട്. നമ്മൾ എല്ലാവരും പൂവറാന്നാ പറയുന്നത്. ആരും പറയുന്നില്ല ഞാൻ ധനികനാണെന്ന്. എല്ലാവരും പറയുന്നത് എന്താ? പൂവറാണെന്നാ. ഇപ്പം പിഷക്കാരൻ പോലും വന്ന് പറയുന്നത്, എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പാവമാണ്, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും 25 രൂപയില്ല സാറേ. അപ്പൊ അവന്റെ പോവർട്ടി ഇതിനകത്താണ്. പണ്ടൊക്കെ പറഞ്ഞത് ചായ കുടിച്ചിട്ട് എത്ര ദിവസമായെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇപ്പൊ അതല്ലേ പറയുന്നത്, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും കാശില്ല സാറേ, ഞാനൊരു പാവമാണെന്ന്. അപ്പൊ അവനും പറയുന്നത് എന്താ? അവൻ പൂവറാണെന്നാ പറയുന്നത്. പക്ഷെ ആ പോവർട്ടി അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. പൂവർ എന്ന് പറയുമ്പോഴത്തേക്ക് പല അർത്ഥങ്ങളുണ്ട്. വൺ, ഇറ്റ് ഇസ് സിംപ്ലി പൂവർ. രണ്ട്, പൂവർ ബിക്കോസ് ഹി ഡു നോട്ട് ഹാവ് ഇൻഫ്ലുവൻസ് ഓർ ജോബ്. മൂന്ന്, ഡൗൺ ട്രോഡൻ, പൂവർ ബിക്കോസ് ഹി ഈസ് ഒപ്രസ്ഡ് ബൈ മെൻ. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് പൂവർ എന്നുള്ള വാക്കാണ്. ഒന്ന്, സ്വാഭാവികമായും ദാരിദ്ര്യത്തിൽ ജനിച്ച് ജീവിക്കുന്നതായ വ്യക്തികൾ. രണ്ട്, അവന് ഇൻഫ്ലുവൻസ് ഇല്ല, അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവനൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവൻ പൂവറാണ്. മൂന്ന്, മറ്റുള്ളവർ അവനെ അടിച്ചമർത്തുന്നത് കൊണ്ട് ഹി ഈസ് ഒപ്രസ്ഡ് ബൈ മെൻ, സോ ഹി ഈസ് പൂവർ. എന്നാൽ നാലാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് അതിനപ്പുറത്ത് മറ്റൊന്ന്, അവന് ഹി ഈസ് സോ പൂവർ ദാറ്റ് ഹി കനോട്ട്, ഈവൻ ഇഫ് ഹി ഗെറ്റ്സ് എ ജോബ്, ഇറ്റ് ഡസന്റ് വർക്ക്. അവന് ജോലി കിട്ടിയാലും അവന് ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹീസ്, അതുകൊണ്ടാണ് ആബ്സല്യൂട്ട്ലി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കാര്യം. നിരാലംബൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്ക്. അങ്ങനെ ഒരു അവന് വേറെ മാർഗം ഒന്നുമില്ല. അവന് അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഓൺലി ഇഫ് യു ആർ സോ പുവർ യു വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്. അതുകൊണ്ടാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തായിത്തീരുന്നത്? ഒരു അനുഗ്രഹ അവസ്ഥ ആയിത്തീരുന്നത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, പിടിക്കാനൊരു കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ കച്ചിത്തുരുമ്പെ പിടിക്കുന്നവരാണ് നമ്മൾ പറയാറുണ്ടല്ലോ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഉണ്ടായിരുന്നേ അത് നോക്കിയേനെ, ഇല്ലല്ലോ. അതുകൊണ്ട് ഇല്ലേ, കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നാലെ പോകുന്നതിന്റെ കാര്യം വേറെ ഒരു നാമവും ഇല്ല. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിന്റെ പിന്നാലെ പോകുന്നവരാണ്. അതാണ് ഹ്യൂമൻ നേച്ചർ. അതുകൊണ്ടാണ് ദാരിദ്ര്യ അവസ്ഥ ഭാഗ്യാവസ്ഥയാകുന്നത്. കാരണം ടോട്ടലി എന്താ, അവൻ ഡെസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ അവൻ നിരാലംബനാണ്, അവൻ ആശ്രയിക്കാനൊന്നുമില്ല. റോമാലേഖനം 3-ാം അധ്യായത്തില് നമ്മൾ പാപത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ പറയുന്നതായ ഒരു ഭാഗം, അത് പെട്ടെന്ന് വായിച്ച് ചില ഭാഗം മാത്രം വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചാപ്റ്റർ 3 വേഴ്സ് 10 onwards. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എന്തുകൊണ്ട് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല? അതാണ് പ്രശ്നം. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. അന്വേഷിക്കാത്തത് അവൻ നീതിമാനല്ല എന്ന് അവന് തിരിച്ചറിയുന്നില്ല. അവൻ പറയുന്നത് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവന് കാര്യങ്ങളുണ്ട്, അവന് ദൈവത്തെ അന്വേഷിക്കേണ്ട അതൊരാവശ്യമായിട്ട് അവന് തോന്നുന്നില്ല. അവൻ ആശ്രയിക്കാൻ പല കാര്യങ്ങളുണ്ട്. ആശ്രയിക്കാൻ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാത്തവരായ ആളുകളാണ് നമ്മൾ. അതാണ് ഹ്യൂമൻ നേച്ചർ. ഈ നമ്മുടെ മലങ്കരയിൽ പണ്ടൊരു സാത്താൻ സന്ദർശനം നടത്തിയതായിട്ട് ഒരു കഥ. ഇയ്യോബിനെ പരീക്ഷിച്ച സാത്താൻ ഇയ്യോബിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ചോദിച്ചു,
നീ എവിടെയൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ടാ വരിക? എന്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടോ? അവനെ പോലെ നേരിടുന്നവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു, അതെങ്ങനെ? നീ അവന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിരിക്കുക. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, നീ എന്ത് ചെയ്തോ? നീ അവനുള്ളതെല്ലാം എടുത്തോ. എല്ലാം എടുത്താലും അവൻ എന്നെ പിൻപറ്റും. എന്നാൽ നമ്മുടെ ഈ കേരളത്തിലെ മലങ്കര സന്ദർശിച്ച് സാത്താൻ ചെന്ന സമയത്ത് കർത്താവ് ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരിക? ഈ മലങ്കരയിലെ ക്രിസ്ത്യാനികളെ പോലെ ഇത്ര വിശുദ്ധന്മാരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും എന്നിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നു. ഞാൻ പലരും അല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ചിന്തയുണ്ട്, ക്രിസ്ത്യാനികളാണ് എന്ത് ഏറ്റവും നന്നായിട്ട് ദൈവത്തെ വിളിക്കുകയും കർത്താവിന്റെ പിന്നാലെ പോവുകയും വിശുദ്ധമായി ജീവിക്കുകയും. ദൈവം പറയാ, അവരെന്നെ അല്ലാതെ വേറെ അവരൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല. പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യം. അവർ പ്രശ്നം ഉണ്ടായ പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല. അവരൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ പോകത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരുടെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അവർക്ക് പൈസ ഇല്ലെങ്കിൽ അവരുടെ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അവര് ഏതെങ്കിലും ഈവൻ അവരിൽ മിക്ക ആളുകളും മരുന്ന് പോലും കഴിക്കത്തില്ല. അപ്പൊ സാത്താൻ പറഞ്ഞു, അവരിതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഏതാണുണ്ടോ? അവർക്കിപ്പം പോലീസിനെ കാണണമെന്ന് വെച്ചാൽ അവർക്ക് പോലീസിൽ പരിചയമില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഇവന്മാരുടെ പൈസ ഇല്ല. അവർക്ക് നിന്നെ ആശ്രയിക്കുക അല്ലാതെ വേറെ എന്താ മാർഗം? കാര്യം അവർക്ക് ആശ്രയിക്കാൻ വേറെ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അങ്ങനൊന്നും അല്ല. അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, യോബിനോട് പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്, എന്തെല്ലാം ഉണ്ടെങ്കിലും അവർ എന്നെ തന്നെ ആശ്രയിക്കും. അല്ലെങ്കിൽ നീ അവർക്കെല്ലാം ഒന്ന് കൊടുത്തു നോക്ക്. സാത്താൻ വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ പൈസ തന്നു, നമുക്ക് ഇൻഫ്ലുവൻസ് തന്നു, രാഷ്ട്രീയക്കാരെ നമ്മുടെ മീറ്റിങ്ങുകളിൽ വന്ന് ഹല്ലേലൂയ എന്നൊക്കെ പറയാൻ അവരെ പഠിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഇപ്പൊ പോലീസുണ്ട്, പട്ടാളമുണ്ട്, വക്കീലുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പൈസയുണ്ട്. വി ഹാവ് എവറിഥിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ? എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് നിർത്തി. പണ്ടൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരുടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അതല്ല പറയുന്നത്, എടാ അയാളെ ഒതുക്കാൻ എന്നാ മാർഗം? ആരെങ്കിലും അറിയാമോ എന്നാ? അയാളെ ഒന്ന് ഒതുക്കാൻ ഉള്ള മാർഗം എന്താണ്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഊരിപ്പോരുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ മാറിയത് കണ്ടോ? എന്തുകൊണ്ടാണ്? ഊരിപ്പോരാനുള്ള ഇൻഫ്ലുവൻസ് ഇപ്പൊ നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമുക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണമുണ്ട്, നമുക്ക് പദവികളുണ്ട്. വി ഹാവ് എവറിഥിങ്. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ ആശ്രയം മാറിപ്പോകുന്നതാണ്.